2020 മെയ് 8 ഒരു കോവിഡ് ലോക്ക്ഡൗൺ കാലം. പറണ്ടോട് സ്വദേശി 58 വയസ്സുകാരനായ മോഹനൻ 50 പവൻ സ്വർണവും 62,000 രൂപയുമായി പട്ടാപ്പകൽ നട റോഡിൽ നിന്ന് അപ്രത്യക്ഷനായി. വർഷം 5 കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഈ കേസിൽ ഇരട്ടിൽ തപ്പുകയാണ്. എവിടെയാണ് മോഹനൻ? ഭാര്യയുടെ സഹോദരൻ നടത്തുന്ന ധനകാര്യ സ്ഥാപനത്തിലാണ് 14 വർഷമായി മോഹനൻ ജോലി ചെയ്തിരുന്നത്. ഇവിടെ കൊണ്ടുവരുന്ന ആഭരണങ്ങളെല്ലാം പണയം വെച്ചിരുന്നത് പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിലാണ്. മെയ് 8 രാവിലെ 7:50 KL 21P2105 എന്ന നമ്പറുള്ള സ്കൂട്ടറിൽ മോഹനൻ വീട്ടിൽ നിന്നിറങ്ങി. 8:30 പേരൂർക്കട ബാങ്കിലേക്ക്. കൃത്യം 11:50 ബാങ്കിൽ നിന്നിറങ്ങി. ഇതിനിടെ സ്വർണം പണയം വയ്ക്കുകയും പഴയ സ്വർണം തിരികെ എടുക്കുകയും ചെയ്തു. കയ്യിൽ 62,000 രൂപയും. 11:50 കരകുളത്തിന് സമീപത്തു നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലും മോഹനന്റെ സാന്നിധ്യം വ്യക്തം. മോഹനൻ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങൾ അവസാനമായി ലഭിച്ചത് ഈ കാണുന്ന കരകുളം പാലത്തിന്റെ സമീപത്തു നിന്നാണ്. പിന്നീട് മോഹനൻ പോയത് എങ്ങോട്ടേക്കാണ്? കരകുളം പാലവും പരിസര പ്രദേശങ്ങളും ബണ്ടും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പരിശോധന തന്നെ അന്ന് നടന്നു. പക്ഷേ യാതൊന്നും കണ്ടെത്താനായില്ല. മോഹനൻ തിരിച്ചു വരാത്തതിനെ തുടർന്ന് സ്ഥാപനയുടമ വീട്ടിൽ വിവരമറിയിച്ചു. തുടർന്ന് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആര്യനാട് പോലീസാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. മോഹനന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കരകുളം പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വരെ മോഹൻ എത്തിയതായി തെളിവ് ലഭിച്ചു. പക്ഷെ പിന്നീട് സ്കൂട്ടറുമില്ല, മോഹനനുമില്ല. ഒരു തെളിവും കിട്ടിയതുമില്ല. എന്നാണോ ഈ കേസിൻ്റെ അന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. യാതൊരു വിധ തെളിവുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ പ്രോഗ്രസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആൾ വളരെ സൈലൻ്റായിട്ട് വേറെ ഒരു ശല്യക്കാരനല്ല, മറ്റു കൂട്ടുകെട്ടുകളോ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫൈനാൻസ് അത് കഴിഞ്ഞാൽ പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പോവുകയാണ്. മിക്ക കേസുകളിലും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനെ തുണയ്ക്കുന്നത് മൊബൈൽ ഫോണാണ്. പക്ഷേ ഈ കേസിൽ അതുമുണ്ടായില്ല. സംഭവ ദിവസം പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 2 തവണ കോൾ വന്നതൊഴിച്ചാൽ മറ്റു കോളുകളും ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം കരകുളം പാലത്തിനടിയിൽ നിന്ന് 200 മീറ്റർ അകലെ ബണ്ടിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മോഹനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിരുന്നു. മോഹനൻ പോകാൻ സാധ്യതയുള്ള തൃശൂരിലെ ധ്യാന കേന്ദ്രത്തിലും വേളാങ്കണ്ണിയിലും ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചു. ഇപ്പോൾ വർഷം 5 പിന്നിട്ടു. ഒരു സുപ്രഭാതത്തിൽ കൺമുന്നിൽ നിന്ന് മാങ്ങിപ്പോയ മോഹനൻ കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഇന്നും ഒരു തലവേദനയായി തുടരുകയാണ്. എവിടെയാണ് മോഹനൻ? എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇപ്പോഴും കുടുംബം. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.